നമുക്കിന്ന് ഈസ്റ്റോ അപ്പസോടെ ഒന്നും തന്നെ ചേർക്കാതെ വളരെ ഈസിയും ടേസ്റ്റിയുമായ വെള്ളപ്പം ചുട്ടെടുത്താലോ? അപ്പോൾ വെള്ളപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിതവിടെ ഒരു 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് പച്ചരിയല്ല, ഇത് നമ്മൾ നെല്ല് വെയിലത്തിട്ട് ഉണക്കിയിട്ട് മില്ലിൽ കൊണ്ടുപോയിട്ട് കുത്തിച്ച് കൊണ്ടുവരുമല്ലോ, ആ അരിയാണിത്. ഇനി നമുക്കിത് നല്ലോണം കഴുകിയെടുക്കണം. അരി ഇതവിടെ ഞാൻ നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മൾ അരി എത്ര ഉണ്ട് അത് കുതിർന്ന് കിട്ടാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. കൂടെ തന്നെ ഞാനിതവിടെ ഒരു മുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കപ്പ് ചോറ്, സ്പൂൺ പഞ്ചസാര, പാകത്തിന് ഉപ്പ്. ഇനി ഇതെല്ലാം കൂടെ ഒരു 4 മണിക്കൂർ വെക്കുക. എന്നിട്ട് നല്ലോണം കുതിർന്നതിൻ്റെ ശേഷം നമുക്കിത് അരച്ചെടുക്കാം. ഇതെല്ലാം കൂടെ ഇപ്പോൾ ഈ വെള്ളത്തിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. ഇനി ഈ വെള്ളം ഊറ്റിക്കളയരുത്. ഈ വെള്ളത്തിലാണ് നമുക്ക് അരി അരച്ചെടുക്കേണ്ടത്. നമുക്കിത് മൂടി വെക്കാം. ഒരു 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നല്ലോണം അരച്ചെടുക്കാം. അങ്ങനെ തന്നെ നമ്മുടെ അരി ഇവിടെ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇതിൽ ഒഴിച്ചിട്ടുള്ള വെള്ളമൊക്കെ നല്ല പാകമാണ്. വെള്ളം ഒരിത്തിരി കളയാതെ ഈ വെള്ളത്തിൽ തന്നെ വേണം നമുക്കിത് അരച്ചെടുക്കാൻ. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുത്ത് വരാം. അങ്ങനെ തന്നെ ഞാൻ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു മാവിന് നമുക്ക് കുറേ സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏറിപ്പോയ ഒരു 1.5 മണിക്കൂർ. അത് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി വെള്ളപ്പം ചുട്ടെടുക്കാം. നമുക്ക് വെള്ളപ്പം ചുട്ടെടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് വേണിട്ട വെള്ളപ്പം ചുട്ടെടുക്കാൻ. എല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ അപ്പാകെ കൊളായി പോവും. അങ്ങനെ താൻ നമ്മുടെ നല്ല ടേസ്റ്റിയായ വെള്ളപ്പം അതവിടെ റെഡി. ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വട്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കുക. അത്രക്കും ടേസ്റ്റാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നല്ല നല്ല റെസിപ്പികൾക്കായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇൻഷാ അല്ലാഹ്.